ക്ഷണം സ്വീകരിച്ചെത്തിയ നിങ്ങളെല്ലാം ഞാൻ ആദ്യമായിട്ട് സ്വാഗതം പറയുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്ലി ഒരു 20-25 മിനിറ്റ്സോടുകൂടി ഫിനിഷ് ആകും. സോ അന്നേരം ആ ഒരു ടൈം നിങ്ങൾ കംഫർട്ടായിട്ട് പ്ലേസ് ചെയ്യുന്നതാണ് നിങ്ങൾ ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ഐ ക്യാൻ അഡ്വാൻസ് നിങ്ങൾക്ക് പ്രോമിസ് തരാൻ വേണ്ടി പറ്റും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു തീരുമാനത്തിലേക്കുള്ള തുടക്കമായിരിക്കും. അന്നേരം ആ ഒരു തീരുമാനം എടുത്തൊരു 30 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാൻ കാണിച്ച നിങ്ങളെ എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു. ഒപ്പം ഈ ഒരു പ്രോഗ്രാം ഇന്ന് ഈ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഓൾസോ പഞ്ചാബ് നാഷണൽ ബാങ്ക് മെറ്റ്ലൈഫിന്റെ ചീഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫീസർ സുദീപ് PV സാറാണ്. ഒപ്പം ഹെഡ് ഓഫ് ഏജൻസി ദിലീപ് ജോസഫ് സാറും ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്ന സുദീപ് PV സാർ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 25 years ഇൻഷുറൻസ് എക്സ്പീരിയൻസ് ഉള്ള പേഴ്സണാലിറ്റിയാണ്. അതിലുപരി ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പറ്റി. മാറ്റങ്ങൾ മീൻസ് എന്ന് വെച്ചാൽ സാമ്പത്തികമായി ഉന്നമനം കൊണ്ടുവരാൻ വേണ്ടിയും അവർ കൺസിസ്റ്റന്റ് ഇൻകം ജീവിതത്തിൽ ഏൺ ചെയ്യാൻ വേണ്ടിയും പറ്റി എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. വേറെ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ഇൻഷുറൻസിന്റെ ഏറ്റവും പരമോന്നത ബഹുമതി എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ MDRT കോൺഫറൻസ് ആണ്. എല്ലാ വർഷവും ഗ്ലോബലി ഉള്ള ഈ ഒരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് MDRT. ആ MDRT കോൺഫറൻസിൽ സ്പീക്കറായിട്ട് ഇൻവിറ്റേഷൻ കിട്ടുകയും ലാസ്റ്റ് ആയി നടന്ന MDRT കോൺഫറൻസ് കാനഡ വാൻകൂവറിൽ നടന്ന പ്രോഗ്രാമിൽ സാറിന്റെ പ്രസന്റേഷൻ ഉണ്ട്. അത് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് മാത്രമല്ല വേൾഡ് വൈഡ് ഉള്ള ഇൻഡസ്ട്രി വർക്ക് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലുള്ളവരെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ച. ഒപ്പം റീസെന്റ് നടന്ന ഏഷ്യ പസഫിക് ഇൻഷുറൻസ് കോൺക്ലേവ് ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ആ ഒരു പ്രോഗ്രാമിലും സാറിനെ പേഴ്സണൽ സാർ സ്പീക്കറായിട്ട് അറ്റൻഡ് ചെയ്തായിരുന്നു. ഡെഫിനറ്റ്ലി അതൊക്കെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് റീജിയണൽ ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കെല്ലാം ഒരു സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് മെറ്റ്ലൈഫിന്റെ ചീഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫീസർ എന്ന് പറയുന്നത് മലയാളിയാണെന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരം. ഒപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇന്ന് നിങ്ങളുമായിട്ട് മലയാളത്തിൽ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി സാർ ബേസ്ഡ് ഓൺ ഡൽഹിയിൽ നിന്നാണ് നമ്മളുമായിട്ട് ഇന്ന് സംസാരിക്കുന്നതെങ്കിലും അല്ലെ ഡൽഹിയിലാണ് സെറ്റിൽ ആയെങ്കിലും നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് സംസാരിച്ചു. എന്തുവാണ് ഈ ഓപ്പർച്യൂണിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ ഇന്ന് ഇൻഷുറൻസ് മേഖലയിൽ എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് പേഴ്സൺ എന്ന് തന്നെ എനിക്ക് അഡ്വാൻസ് ആയിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടി പറ്റും. അടുത്ത ഒരു 20 മിനിറ്റ്സിൽ എന്തോ ആണ് എക്സാക്ട്ലി ഈ ഇൻഡസ്ട്രി എന്തും ഈ ഇൻഡസ്ട്രിയിലെ ഓപ്പർച്യൂണിറ്റി എന്നാണെന്നും ആ ഓപ്പർച്യൂണിറ്റിയുടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാം, ഒപ്പം സമൂഹത്തിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഒരു 25 മിനിറ്റ്സ്. അന്നേരം നിങ്ങൾ എല്ലാവരും എക്സാക്ട്ലി ഒരു കംഫർട്ട് ആയിട്ടുള്ള പ്ലേസിലോട്ട് മൂവ് ചെയ്യണമെന്ന് വൺസ് അഗൈൻ ഞാൻ റിക്വസ്റ്റോടെ പറയുന്നു. ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സുദീപ് സാറിനെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓവർ ടു സാർ. താങ്ക് യു വെരി മച്ച് ഷൈൻ. ആൻഡ് ഇത് എൻ്റെ ഒരു സൗഭാഗ്യം കൂടിയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാരോട് സംസാരിക്കാന്നുള്ളത്. ഞാൻ കേരളത്തിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് വരാറുണ്ട്. പക്ഷെ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ നാടിനെ എന്തുകൊണ്ടാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ആൾക്കാർ പറയുന്നത്. നിങ്ങളുടെ ക്യാബിനിൽ നിന്ന് കാണുമ്പോഴേക്കും ഭയങ്കര വെയിലാണ് പുറത്ത്. നമ്മുടെ നാട്ടിൽ നല്ല മഴയും നല്ല പച്ചപ്പും എല്ലാം കാണുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇതുവരെയ്ക്കും ഒരു നല്ലൊരു മഴ പോലും കിട്ടിയിട്ടില്ല, നല്ല പച്ചപ്പൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും ലക്കിയാണ്. ഒരു ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ജീവിക്കാനും ആ ഒരു പ്രകൃതിയുടെ ഭംഗിയും നല്ല മഴയും എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന നമ്മളെല്ലാവരും ഫോർച്ചുനേറ്റ് ആണ്. ഇന്ന് അതുപോലെ തന്നെ ഒരു ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഭാഗ്യവാനും ഭാഗ്യവതിയുമായിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ എല്ലാവരും വളരെ ലക്കി ആയിട്ടുള്ള ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ലക്കിയാന്ന് പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും കാണുന്ന സ്വപ്നങ്ങളുണ്ട്. നമുക്ക് ഒരു ജീവിതത്തില് അച്ചീവ് ചെയ്യാനായിട്ട് പല സ്വപ്നങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പല സ്വപ്നങ്ങളും നമ്മൾ ആരെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ സ്വപ്നങ്ങൾ കയറി വരും. റൈറ്റ്. ഫോർ എക്സാമ്പിൾ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം ഒരു ആകാശത്തിൽ നോക്കുന്നു. ആകാശത്തിലേക്ക് നോക്കുമ്പോ പാരച്യൂട്ട് കാണുന്നതായിരിക്കും നിങ്ങൾക്ക്. ഒരു വണ്ടി, ഒരു നല്ലൊരു കാറ്, ഒരു കുട്ടി വരച്ച ഒരു സ്വപ്നത്തിന്റെ പിക്ചറാണിത്. എനിക്ക് എന്റെ ഫാമിലി ആയിട്ട് എന്റെ പാരന്റ്സുമായിട്ട് എൻജോയ് ചെയ്യണം, നല്ലൊരു വീട് വേണം, നല്ലൊരു സ്ഥലത്ത് ഒരു എൻജോയ് ചെയ്യണം, നല്ലൊരു കാർ വേണം,
ഇതാണ് ഒരു കുട്ടിയുടെ സ്വപ്നങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ വലുതായതിനു ശേഷം ആ സ്വപ്നങ്ങളുടെ വലിപ്പം കൂടി വരും. പക്ഷെ ഇന്നത്തെ ഈ സെഷനിൽ നിങ്ങൾ അടുത്തൊരു 20-25 മിനിറ്റ് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനായിട്ട്, ആ സ്വപ്നങ്ങളെ ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് PNB MetLife തരുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ ഇന്നത്തെ സെഷനിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വലുതാവുമ്പോൾ നമ്മുടെ എക്സ്പോഷർ കൂടും, നമ്മൾ വലിയ വീടുകൾ കാണും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നാട്ടിൽ വന്ന സമയത്ത് ആ ഹൈവേയിൽ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. കാരണം ഹൈവേയില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തൃശ്ശൂർ മുതൽ എറണാകുളം വരയ്ക്ക് പോകുന്ന ഹൈവേയിൽ ഇപ്പൊ കുറെ പാലങ്ങൾ വരുന്നത് കൊണ്ട് ഭയങ്കര ബ്ലോക്കാണ്. അപ്പൊ അതുകൊണ്ട് ടാക്സി ഡ്രൈവർ പല ഉള്ളിലത്തെ റൂട്ടിൽ കൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ ഉള്ളിൽ കൂടെ പോയിക്കുന്ന റോട്ടിൽ കൂടെ ഞാൻ പല റോഡുകളും ഇതുവരെയ്ക്കും എന്റെ ജീവിതത്തിൽ കാണാത്ത റോട്ടിൽ കൂടെയൊക്കെ ആയിരുന്നു ആ ടാക്സി ഡ്രൈവർ കൊണ്ടുപോയത്. പോകുന്ന സമയത്ത് നമുക്ക് ചില വീടുകൾ കാണുമ്പോൾ നമ്മൾ ഒരു 10 സെക്കൻഡ് ആ വീടിനെ ഒന്ന് നോക്കി പോകും. നല്ല വീടുകളാണ് കേരളത്തിൽ കെട്ടിയേക്കണത്. പല ആൾക്കാരും നല്ല സുന്ദരമായിട്ടുള്ള വലിയ വീടുകൾ. ഈ വീട് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലും വരും, എനിക്കും ഇതുപോലൊരു നല്ലൊരു വലിയൊരു വീട്ടിൽ എല്ലാവർക്കും, എനിക്കറിയാം കേരളത്തിലുള്ള എല്ലാവർക്കും ഒരു വീടുണ്ടാവും. പക്ഷെ ഇതുപോലത്തെ ഒരു വീട്, നമ്മളൊരു സ്വപ്നം കാണാൻ നമുക്കൊരു വലിയ വീട്, നല്ലൊരു വീട്, ഹോം തിയേറ്റർ ഉള്ള ഒരു വീട്, എല്ലാ ലക്ഷറീസ് ഉള്ള വീട്. കേരളത്തിൽ ചൂടുകാലത്ത് ഭയങ്കര ചൂടാണ്, അപ്പൊ അതുകൊണ്ട് എല്ലാ റൂമിലും AC ഉള്ള ഒരു വീട്. ഈ ഒരു വീടിനെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണും. ആൻഡ് എസ്പെഷ്യലി നമ്മുടെ വീട്ടുകാർ, ഫാമിലിയിൽ എല്ലാവരും ഈ സ്വപ്നം കാണും. ആൻഡ് എല്ലാവരും നമ്മളിലാണ് വിശ്വാസം അർപ്പിച്ചേക്കുന്നത്, നമ്മള് ഈ ഒരു സ്വപ്നം ഫുൾഫിൽ ആയി കൊണ്ടുവരും, നമ്മളൊരു സൂപ്പർമാൻ ആണ്, സൂപ്പർ വുമൺ ആണെന്നാണ് അവരുടെ വിശ്വാസം. അതുപോലെ തന്നെ വലിയൊരു ആഗ്രഹമാണ് നമ്മളെല്ലാവരുടെയും, നമുക്ക് എല്ലാ കൊല്ലവും അല്ലെങ്കിൽ എല്ലാ ക്വാർട്ടറിലും ഫോറിൻ കൺട്രി ട്രാവൽ ചെയ്യാനായിട്ട്. നമ്മുടെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും, നോട്ട് ഓൺലി കുട്ടികൾ, നമ്മുടെ ഈവൻ അച്ഛൻ അമ്മയോട് ചോദിച്ചാൽ പോലും എല്ലാവർക്കും ഫോറിൻ ട്രിപ്പിൽ പോകാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഈ ഒരു ഡ്രീം വെക്കേഷൻ അച്ചീവ് ചെയ്യണമെന്നെങ്കിലും നല്ല പൈസ വേണം. നമ്മുടെ ഫാമിലി എന്താ, നമ്മളെയാണ് നോക്കുന്നത്, നമ്മളൊരു സൂപ്പർമാൻ ആണ്, സൂപ്പർ വുമൺ ആണെന്നാണ് നമ്മുടെ ഫാമിലിയുടെ വിശ്വാസം. നമ്മളിലാണ് ഫുൾ വിശ്വാസം അർപ്പിച്ചേക്കണേ. ഞങ്ങൾക്കും ഈ കൊല്ലം അല്ലെങ്കിൽ എല്ലാ കൊല്ലവും ഫോറിൻ ട്രിപ്പ് പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവണം എന്നുള്ള ഒരു വിശ്വാസം നമ്മളിലാണ് അർപ്പിച്ചേക്കണേ. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഫാമിലിക്ക് നന്നായിട്ട്, നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രനോ നല്ല യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിക്കാനായിട്ട്. ഇന്ത്യയിലും നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഫോറിൻ കൺട്രീസിലും നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഈ യൂണിവേഴ്സിറ്റീസ് പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ ചെലവായിരിക്കും. ഞാൻ നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, കുട്ടി വിചാരിക്കും ഞാൻ നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു കോളേജിലും എന്നെ അയക്കാനായിട്ട് എന്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ എന്റെ മുത്തച്ഛനും അല്ലെങ്കിൽ എന്റെ അമ്മൂമ്മയും പൈസ ഉണ്ടാക്കി തരുന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിലെ സൂപ്പർമാൻ, സൂപ്പർ വുമൺ നിങ്ങളാണ്, അല്ലെ? ഇതുപോലെ തന്നെ നമ്മുടെ ഈ ജീവിതത്തിൽ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? പല പുരാണങ്ങളിലും പറയുന്നുണ്ട് ചിലപ്പോൾ 84 ലക്ഷം ജന്മത്തിന് ശേഷമാണ് അടുത്തൊരു ഹ്യൂമൻ ലൈഫ് കിട്ടാൻ പോകുന്നത്. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഇതേ ജന്മത്തില് നമുക്കൊരു നല്ല കാർ എല്ലാവർക്കും ഉണ്ടാവും കേരളത്തിൽ. പക്ഷെ ഒരു ലക്ഷറി കാറായ BMW, മെർസിഡീസ് ബെൻസോ, നമ്മുടെ പണ്ട് മോഹൻലാലിന്റെ സിനിമയിൽ മോഹൻലാൽ ഒരു വൈറ്റ് മെർസിഡീസ് ബെൻസിൽ വന്ന് ഇറങ്ങുന്ന ഒരു സ്വപ്നം അന്നോട്ട് കണ്ടു തുടങ്ങിയതാണ് നമ്മൾ കേരളക്കാര്. ആ ഒരു ബെൻസോ അല്ലെങ്കിൽ ആ ഒരു ഓഡി കാറോ അല്ലെങ്കിൽ റേഞ്ച് റോവറോ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുള്ള ഒരു സ്വപ്നം നമ്മളും കണ്ടിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി നമ്മുടെ വീട്ടിലെ കുട്ടികളും കണ്ടിട്ടുണ്ട്. ഈ എല്ലാ സാധനവും നമുക്ക് അച്ചീവ് ചെയ്യാം നമ്മൾ PNB MetLifeൽ കൂടെ. ഇന്ന് ഞാൻ പറയുന്ന ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനിൽ നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാ സ്വപ്നങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് ഇത് എന്ത് കമ്പനിയാണ്, എത്ര വലിയ കമ്പനിയാണെന്നുള്ളതിനെ കുറിച്ചാണ്, അല്ല? അപ്പൊ നിങ്ങൾ ഈ ഇൻവിറ്റേഷൻ കിട്ടിയപ്പോ തന്നെ ആലോചിച്ചിട്ടുണ്ടോ PNB MetLife? PNB കേട്ടിട്ടുണ്ട്, പക്ഷെ എത്ര വലിയ കമ്പനിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഈ 2 കമ്പനീനെ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒന്നാമത്തേത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. നമ്മുടെ കമ്പനിയുടെ 2 പാരന്റ്സ് ആണ്, അച്ഛൻ അമ്മ എന്ന് പറയുന്ന പോലെ പഞ്ചാബ് നാഷണൽ ബാങ്കും MetLife ആണ് നമ്മുടെ കമ്പനിയുടെ 2 പാരന്റ്സ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, 1894, അതായത് 131 കൊല്ലം മുമ്പ് ലാലാ ലജ്പത് റായ് എന്ന് പറഞ്ഞ ഫ്രീഡം ഫൈറ്റർ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ഈ പഞ്ചാബ് നാഷണൽ ബാങ്ക്. നമുക്ക് ജനറൽ നോളജില് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്, ലാലാ ലജ്പത് റായ് എന്ന് പറഞ്ഞ ലയൺ ഓഫ് പഞ്ചാബ് അല്ലെങ്കിൽ പഞ്ചാബ് കേസരി എന്നാണ് പുള്ളിനെ പറഞ്ഞേക്കുന്നത്. ലാത്തി ചാർജിന്റെ അടി കൊണ്ടിട്ടുണ്ടായിട്ടുള്ള വൂണ്ട് കൊണ്ട് മരിച്ച ആളാണ്, അതും ഫ്രീഡം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള വൂണ്ട് കൊണ്ട്.
റൈറ്റ്, വൂണ്ട് കൊണ്ട് ഹർട്ടായി മരിച്ച ആളാണ് ലാലാ ലജ്പത് റായ്. ആലോചിക്ക്, ആ ഫ്രീഡം ഫൈറ്റർ സ്റ്റാർട്ട് ചെയ്ത ബാങ്ക് 131 കൊല്ലം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ബാങ്ക്, ഇന്ത്യ ഗവൺമെന്റിന്റെ ബാങ്കാണ് ഈ പഞ്ചാബ് നാഷണൽ ബാങ്ക്. നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് എല്ലാവർക്കും വിശ്വാസം ഗവൺമെന്റ് സ്ഥാപനങ്ങളെയാണ്, അല്ലെ? അപ്പൊ ഈ ഗവൺമെന്റ് സ്ഥാപനമായ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് നമ്മുടെ ഒരു പാരന്റ്. പഞ്ചാബ് നാഷണൽ ബാങ്ക്, മെറ്റ് ലൈഫിന്റെ ഒരു പാരന്റ് പഞ്ചാബ് നാഷണൽ ഇതാണ്. ഇന്ത്യയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ശേഷം രണ്ടാമത്തെ പബ്ലിക് സെക്ടർ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. 18 കോടി കസ്റ്റമേഴ്സ് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ അടുത്ത്. 18 കോടി. 18 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ വലിയ വലിയ കൺട്രീസിനേക്കാളും കൂടുതൽ പോപ്പുലേഷൻ ആണ് ഈ 18 കോടി. റൈറ്റ്, യുണൈറ്റഡ് കിങ്ഡം, നമ്മളെ ഭരിച്ചിരുന്ന ബ്രിട്ടന്റെ പോപ്പുലേഷൻ ഒരു 10 കോടിയാണ്. റൈറ്റ്, ഇന്നൊരു വലിയ രാജ്യമായ റഷ്യയുടെ പോപ്പുലേഷൻ 14 കോടിയാണ്. പക്ഷെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കസ്റ്റമർ ബേസ് 18 കോടിയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത്, നിങ്ങൾ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കമ്പനീനെ ആൾക്കാർക്ക് ട്രസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ കമ്പനിയിലെ ആൾക്കാർക്ക് വിശ്വാസം വന്നാൽ മാത്രമേ നിങ്ങളുടെ കൂടെ അവർ ജോയിൻ ചെയ്യുള്ളൂ, നിങ്ങളുടെ കൂടെ അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. മെറ്റ് ലൈഫിനെ കുറിച്ച് നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ മെറ്റ് ലൈഫ് പഞ്ചാബ് നാഷണൽ ബാങ്കിനേക്കാളും പഴയ കമ്പനിയാണ്. 1868, അതായത് 157 കൊല്ലം മുമ്പ് ലൈറ്റ് ബൾബ് ഇൻവെന്റ് ചെയ്യുന്നതിന് മുമ്പ്, അലക്സാണ്ടർ ഗ്രഹാം ബെല്ല് ടെലിഫോൺ ഇൻവെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ കമ്പനിയുടെ ഓപ്പറേഷൻസ് അമേരിക്കയിൽ സ്റ്റാർട്ടായി. മെറ്റ് ലൈഫ് എന്നുള്ള കമ്പനി, അന്നത്തെ പേര് മെട്രോപൊളിറ്റൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്നായിരുന്നു. ഈ മെട്രോപൊളിറ്റൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനി, അല്ലെങ്കിൽ ഇന്ന് മെറ്റ് ലൈഫ് എന്ന് പറയുന്ന ഈ കമ്പനി ഇപ്പൊ 40 കൺട്രീസിൽ പ്രസന്റ് ആണ്. 40 കൺട്രീസിൽ. അമേരിക്കയിൽ 1757 ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. 1757 ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ്. ആ 1757 1ാം നമ്പർ സ്ഥാനമാണ് മെറ്റ് ലൈഫിന്റെ. അമേരിക്കയിലെ ഏറ്റവും വലിയ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് മെറ്റ് ലൈഫ് എന്ന് പറയുന്ന കമ്പനി. ഞാൻ പല പ്രാവശ്യം അമേരിക്കയിൽ പോയിട്ടുണ്ട്. അമേരിക്കയിൽ പോകുന്ന സമയത്ത് നമുക്ക് വിസ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇമിഗ്രേഷനിലേക്ക് കയറുന്ന സമയത്ത് അവർ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആൻഡ് എസ്പെഷ്യലി നമ്മുടെ കളർ വൈറ്റ് അല്ലാത്തത് കൊണ്ട് നമ്മളോട് പല ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മൾ എത്ര ദിവസത്തേക്കാണ്, എവിടെയാണ് താമസിക്കാൻ പോണത്, എന്തിനാണ് വന്നത്, പല ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷെ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്, അപ്പൊ തന്നെ ഞാൻ മെറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് ആ ബട്ടൺ അങ്ങനത്തെ അമർത്തും ആൻഡ് നമുക്ക് ഉള്ളിലേക്ക് പോവാം. അത്രയും റെസ്പെക്ട് ആണ് മെറ്റ് ലൈഫിന് അമേരിക്കയിൽ. 1912 നമ്മൾ ഈ സിനിമ കണ്ടിട്ടുണ്ട്, ടൈറ്റാനിക് എന്ന് പറഞ്ഞ സിനിമ പണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഇൻസിഡന്റ്, ശരിക്കുള്ള ഇൻസിഡന്റ്, ടൈറ്റാനിക് എന്ന് പറഞ്ഞ കപ്പൽ മുങ്ങിയത് 1912 ഈ 1912 ആക്ച്വലി ടൈറ്റാനിക് മുങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ക്ലെയിം ആ ഷിപ്പിൽ മരിച്ച ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ക്ലെയിം സെറ്റിൽ ചെയ്തത് മെറ്റ് ലൈഫ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇത് 1912 നടന്ന സംഭവമാണ്. അതായത് 112 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 113 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണിത്. അത്രയും പഴയ ഹിസ്റ്ററിയാണ്, അത്രയും നല്ലൊരു ഹിസ്റ്ററിയാണ് ഈ മെറ്റ് ലൈഫ് എന്ന് പറഞ്ഞ കമ്പനിയിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കമ്പനിയുടെ കൂടെ കൂട്ടുമ്പോൾ 131 കൊല്ലം പ്ലസ് 157 കൊല്ലം നിങ്ങൾ കൂട്ടുമ്പോൾ 288 കൊല്ലത്തിന്റെ എക്സ്പീരിയൻസ് ആണ് ഈ രണ്ട് കമ്പനിയുടെ കൂടെ കൂടുമ്പോൾ. ഇന്ത്യയിലെ ഏറ്റവും വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് നിങ്ങൾ ഈ എടുത്ത ഡിസിഷൻ, ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് എടുത്ത ഡിസിഷൻ, നിങ്ങൾ ലക്കിയാണെന്നാണ് ഞാൻ പറയുന്നത്. യു ആർ ഫോർച്ചുനേറ്റ്. നിങ്ങൾ ഫോർച്ചുനേറ്റ് ആണ്, നിങ്ങൾ ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ് ഈ പ്രോഗ്രാം ഇന്ന് അറ്റൻഡ് ചെയ്യണത്. കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ്. ഈ രണ്ട് പാരന്റ്സ് സ്ട്രോങ് ആണ്. പക്ഷെ നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം, PNB മെറ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം, നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണാം ഇന്ത്യയില് വലിയ വലിയ ഗ്ലോബൽ കമ്പനീസ്, MNC മൾട്ടിനാഷണൽ കമ്പനീസ് ആയ ഗൂഗിൾ ഇന്ത്യ, ഫേസ്ബുക്കിന്റെ ഇന്ത്യ ഓപ്പറേഷൻ, ഡെലോയിറ്റിന്റെ ഇന്ത്യ ഓപ്പറേഷൻ, മൈക്രോസോഫ്റ്റിന്റെ ഇന്ത്യ ഓപ്പറേഷൻ, ഈ എല്ലാ കമ്പനികളുടെയും എംപ്ലോയീസിന്റെ ഇൻഷുറൻസ് ഈ കമ്പനീസ് PNB മെറ്റ് ലൈഫിൽ കൂടെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ലോഗോ നിങ്ങൾക്ക് കാണാം. ഈ കമ്പനികളെല്ലാം പതഞ്ജലി, ഇന്ത്യയുടെ കമ്പനിയായ പതഞ്ജലിയോ, ജോൺസൺ ആൻഡ് ജോൺസണോ, RPG ലൈഫ് ലൈസൻസ്, ഇതെല്ലാ കമ്പനികളും, ഇതിൽ കാണുന്ന എല്ലാ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനീസ്, ഈ നിങ്ങൾക്ക് കാണുമ്പോൾ ഇവിടെ ടാറ്റ മോട്ടോഴ്സ്,
റൈറ്റ് ടാറ്റയുടെ ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഉണ്ട്, എന്നാലും ടാറ്റ മോട്ടോഴ്സ് റൈറ്റ് നമ്മുടെ കൂടെയാണ് അവരുടെ എംപ്ലോയീസിന്റെ ലൈഫ് ഇൻഷുറൻസ് എടുത്തേക്കുന്നത്, PNB മെറ്റ് ലൈഫിന്റെ കൂടെ. ആപ്പിൾ ഫോണിന്റെ ഇന്ത്യയുടെ എല്ലാ എംപ്ലോയീസും നമ്മളാണ് ഇൻഷുർ ചെയ്തേക്കുന്നത്. റൈറ്റ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മോട്ടറോള, മെർസർ, റൈറ്റ് പല പോസ്റ്റ് ഓഫീസ്, പേയ്മെന്റ്സ് ബാങ്ക്സ്, ഗോൾഡ്മാൻ സാക്സ്, ഇസാഫ്, ബാർക്ലിസ്, ഇവരുടെ എല്ലാവരുടെയും എംപ്ലോയീസിന്റെ ലൈഫ് ഇൻഷുറൻസ് എടുത്തേക്കുന്നത് PNB മെറ്റ് ലൈഫ് ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം വളരെ സിമ്പിൾ ആണ്. PNB മെറ്റ് ലൈഫിനെ ഈ എല്ലാ കമ്പനിയുടെ മാനേജ്മെന്റ് വിശ്വാസം അർപ്പിക്കുന്നു. അതുകൊണ്ടാണ് അവരുടെ എല്ലാ എംപ്ലോയീസിനും നമ്മൾ ഇൻഷുർ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഫോർച്ചുനേറ്റ് ആണ്. ഈ കമ്പനിയിലെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഇൻവിറ്റേഷൻ കിട്ടിയത്, നിങ്ങൾ ഇന്ന് അറ്റൻഡ് ചെയ്യണത്. അപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും ഈ പ്രൊഡക്റ്റ് എന്താണ് നമ്മൾ വിൽക്കുന്നത്, നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാവും. ഇത് മരിച്ചാൽ കിട്ടുന്ന പൈസയാണോ, റൈറ്റ് അങ്ങനത്തെ പ്രൊഡക്റ്റ് ആണോ വിൽക്കുന്നത്? അത് മാർക്കറ്റിൽ അത്രയ്ക്ക് ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തതാണല്ലോ അല്ലെ. മരിച്ചിട്ട് കിട്ടുന്ന പൈസ എന്ന് പറയുമ്പോൾ തന്നെ ലൈഫ് ഇൻഷുറൻസിന്റെ ആൾക്കാരോട് ഒരു അത്ര താല്പര്യം ഉണ്ടാവില്ല ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. റൈറ്റ് ഒരു പ്രൊഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫോർ എക്സാമ്പിൾ റൈറ്റ് നമ്മൾ പറയുന്ന ഈ സെഞ്ചുറി പ്ലാൻ എന്ന് പറഞ്ഞാൽ 100 വയസ്സ് വരെ ഓടുന്ന പ്ലാൻ പ്രോഡക്റ്റ് ആണ് ഈ സെഞ്ചുറി പ്ലാൻ. 100 വയസ്സ് വരെ നമ്മുടെ കസ്റ്റമറിന് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. റൈറ്റ് സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഷൈൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഷൈൻ എനിക്കറിയാം, ഷൈൻ ഒരു മോൾ ഉണ്ടെന്ന് അറിയാം അല്ലെ ഷൈൻ? യെസ് സർ, യെസ് സർ, കറക്റ്റ്. ഷൈൻ്റെ മോളുടെ പേരെന്താ ഷൈൻ? അന്ന. റൈറ്റ് അന്ന. സോ അന്ന ഇപ്പൊ എത്ര വയസ്സായി? 14 സർ, 14 ഇയേഴ്സ് ആയി അന്ന. എനിക്ക് അന്നനെ അറിയാം. അന്നയുടെ ജീവിതത്തിൽ ആദ്യത്തെ ഡാൻസ് എന്റെ കൂടെയാണ് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളൊരു ഫോറിൻ കൺട്രിയാണോ എവിടെ എനിക്ക് ഓർമ്മയില്ല എക്സാക്ട്ലി, പക്ഷെ ഗോവയിലായിരുന്നു. നല്ല ചിരിയുള്ള ഒരു മോളാണ് ഷൈൻ നിങ്ങളുടെ. ഞാൻ ഫോർ എക്സാമ്പിൾ ഷൈനിന്റെ മകൾ അന്നേനെ കുറിച്ചിട്ട് ഒരു റോൾ പ്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാം, നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണെന്നുള്ളത്. റൈറ്റ് സോ ഷൈൻ ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു ഫാദറാണ്. നല്ലൊരു മകളുടെ, നന്നായി പഠിക്കുന്ന നല്ലൊരു മകളുടെ അച്ഛനാണ് ഷൈൻ. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനാണ് PNB മെറ്റ് ലൈഫിന്റെ ഒരു വാല്യൂഡ് പാർട്ട്ണർ. ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷൈനിന്റെ അടുത്ത് പോയിട്ട് അന്നയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് സെഞ്ചുറി പ്ലാൻ എങ്ങനെയാണ് പിച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. റൈറ്റ് ഷൈൻ ഒറ്റ മകളെ ഉള്ളൂ എന്ന് എനിക്കറിയാം ഷൈൻ. റൈറ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, ഷൈനിന്റെ കുട്ടിക്ക് റൈറ്റ് ജീവിതകാലം മുഴുവൻ അതായത് 100 വയസ്സ് വരെ ഷൈനിന്റെ മകൾ അന്നയ്ക്ക് എല്ലാ ബർത്ത്ഡേക്കും ഷൈനിന്റെ കയ്യിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അന്നയ്ക്ക് എങ്ങനെ ഉണ്ടായിരിക്കും ഷൈൻ? എന്തായിരിക്കും അന്നയുടെ ഫീലിംഗ്? തീർച്ചയായിട്ടും വളരെ ഹാപ്പി ആയിരിക്കും. ഷൈൻ എത്ര ഹാപ്പി ആയിരിക്കും ഷൈൻ? എല്ലാ കൊല്ലം, ഇന്ന് മാത്രമല്ല, ഇന്ന് എന്തായാലും 14 വയസ്സുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മള് ബർത്ത്ഡേ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. പക്ഷെ അന്ന 25 വയസ്സും 30 വയസ്സും ആവുമ്പോൾ ചിലപ്പോൾ അന്ന കണ്ണൂരിൽ നിന്ന് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ഷിഫ്റ്റ് ആവും, അല്ലെ ചിലപ്പോൾ അമേരിക്കയിൽ പഠിക്കാൻ പോകും, അല്ലെങ്കിൽ റൈറ്റ് ഇന്ത്യയിൽ തന്നെ വേറെ എവിടെയെങ്കിലും ജോലി ആയിരിക്കും. എന്നാലും 35-ാമത്തെ വയസ്സിലും 40-ാമത്തെ വയസ്സിലും 45-ാമത്തെ വയസ്സിലും എല്ലാ കൊല്ലവും റൈറ്റ് 100 വയസ്സ് വരെ ഷൈനിന്റെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അന്നയ്ക്ക് എല്ലാ കൊല്ലവും ഷൈനിന്റെ ഒരു പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ ഷൈൻ എങ്ങനെ ഉണ്ടായിരിക്കും? ഷൈൻ ആസ് എ ഫാദർ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും? 100% ആസ് എ ഫാദർ നോക്കുവാണെങ്കിൽ മേ ബി റീസെന്റ് ഉള്ളതിനേക്കാളും മേ ബി ആഫ്റ്റർ സം ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. വെദർ അത് റിയലി അമേസിംഗ് ആയിട്ട് തന്നെയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഫോട്ടോ കാണിച്ചു തരാം ഷൈൻ. ഈ ഫോട്ടോയിൽ ഫോർ എക്സാമ്പിൾ ഇതാണ് അന്ന എന്ന് വിചാരിച്ചു, റൈറ്റ്? കുറെ നാള് കഴിഞ്ഞിട്ടുള്ള പിക്ചർ ആണെന്ന് വിചാരിക്കുക. അന്നയുടെ പിക്ചർ ആണെന്ന് വിചാരിച്ചു. അന്നയുടെ 2 കുട്ടികളും അന്നയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഒരു പിക്ചർ ആണ്. അന്നയുടെ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഈ എക്സാമ്പിൾ ഈ പിക്ചറിൽ അന്നയുടെ മൊബൈലിലേക്ക് എല്ലാവരും നോക്കുന്നത് കാണാം. ഇത് സെൽഫി എടുക്കാനുള്ള നോട്ടല്ല ഷൈൻ. ആ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ആ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. ആ മെസ്സേജ് പറയുന്നത് ഷൈനിന്റെ കയ്യിൽ നിന്ന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് PNB മെറ്റ് ലൈഫിൽ കൂടെ അന്നയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി 1,10,000 രൂപ. റൈറ്റ് അതായിരിക്കും ഈ മെസ്സേജ്. അത് വായിച്ചിട്ടാണ് ഈ ഫോട്ടോയിൽ കാണുന്ന 2 കുട്ടികളും റൈറ്റ് ഷൈനിന്റെ അന്നയും അന്നയുടെ ഹസ്ബൻഡും സ്മൈൽ ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിച്ചോ? ഇതാണ് നമ്മുടെ സെഞ്ചുറി പ്ലാൻ. ഞാൻ ആ പ്രൊഡക്റ്റ് ഒന്ന് നന്നായിട്ട് ബ്രീഫ് ചെയ്യാന്നുണ്ടെങ്കിൽ റൈറ്റ് 14-ാമത്തെ വയസ്സുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ബർത്ത്ഡേ മുതൽ റൈറ്റ് ഈ എക്സാമ്പിളിൽ ഷൈൻ അന്നയ്ക്കുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് നിങ്ങൾ 100 കൊല്ലം വരെയുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് നിങ്ങൾക്ക് ചെലവാകുന്നത് അടുത്ത 15 കൊല്ലം 1.5 ലക്ഷം രൂപയാണ്. അപ്രോക്സിമേറ്റ്ലി 1.5 ലക്ഷം നിങ്ങൾ എല്ലാ കൊല്ലവും അടുത്ത 15 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യാണ് ഈ ബർത്ത്ഡേ ഗിഫ്റ്റിൽ നിന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലത്തെ ബർത്ത്ഡേ മുതൽ റൈറ്റ്
വെയിറ്റ് ചെയ്യണ്ട ഷൈനിന്, 15 കൊല്ലം ഒന്നും വെയിറ്റ് ചെയ്യണ്ട. അടുത്ത കൊല്ലത്തെ ബർത്ത്ഡേ മുതൽ അന്നയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് 51,000 രൂപ അന്നയുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജോയിന്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. 15 കൊല്ലത്തിന് ശേഷം എല്ലാ കൊല്ലവും പ്രീമിയം അടയ്ക്കൽ തീർന്നു, എല്ലാ കൊല്ലവും അന്നയുടെ അക്കൗണ്ടിലേക്ക് 1,01,000 രൂപ അന്നയുടെ 100ാമത്തെ ബർത്ത്ഡേ വരെ എല്ലാ കൊല്ലവും കിട്ടിക്കൊണ്ടിരിക്കും. ഇത് മാത്രമല്ല ഷൈൻ, 100ാമത്തെ ബർത്ത്ഡേ അന്ന സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് ലൈക്ലി ഞാനും ഷൈനും ആരും ഉണ്ടായിരിക്കില്ല ആ സമയത്ത്. പക്ഷെ അന്നയുടെ 100ാമത്തെ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അന്നയുടെ ചിൽഡ്രനും ഗ്രാൻഡ് ചിൽഡ്രനും ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രനും എല്ലാവരും ഉണ്ടായിരിക്കും ആ സമയത്ത്. ആ സമയത്ത് ഇന്ന് നിങ്ങൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എടുക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് 12 കോടി 12,57 ലക്ഷം രൂപ അന്നയുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഇന്ന് എടുക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റിൽ കൂടെ അന്നയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അന്ന് ആ 12,57 ലക്ഷം രൂപ അന്നയ്ക്ക് അന്നയുടെ കുട്ടികൾക്കും ഗ്രാൻഡ് ചിൽഡ്രനും ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രനും എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ അർത്ഥം നിങ്ങൾ ഇന്ന് എടുക്കുന്ന ഒരു ഡിസിഷൻ കൊണ്ട് അന്നയ്ക്ക് എല്ലാ ബർത്ത്ഡേയും അടുത്ത ബർത്ത്ഡേ തൊട്ട് 51,000 രൂപ, അത് കഴിഞ്ഞ് 15 കൊല്ലം കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ കണ്ടിന്യൂസ്ലി 100 ബർത്ത്ഡേ വരയ്ക്കും കിട്ടിക്കൊണ്ടിരിക്കും. ഷൈൻ, ഇതാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ്. ഇതില് എന്താ മരിച്ചാൽ കിട്ടുന്ന പൈസ അല്ല, ഇതെല്ലാ ബർത്ത്ഡേക്കും കിട്ടുന്ന പൈസയാണ്. ഇത് 100ാമത്തെ വയസ്സിന്റെ ബർത്ത്ഡേക്ക് ഒരു വലിയ എമൗണ്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതൊരു ബ്യൂട്ടിഫുൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിൽ കൂടെ ഞാൻ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരാനുണ്ട്. നമ്മുടെ PNB മെറ്റ്ലൈഫില് നമ്മൾ ദുഃഖമല്ല വിൽക്കുന്നത്, നമ്മൾ സാഡ്നെസ് അല്ല വിൽക്കുന്നത്, നമ്മൾ ബുദ്ധിമുട്ടല്ല വിൽക്കുന്നത്, നമ്മൾ വിൽക്കുന്നത് ഹാപ്പിനെസ് ആണ്, നമ്മൾ വിൽക്കുന്നത് സന്തോഷമാണ്. ഷൈനിന് അന്നയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതും 100 വയസ്സ് വരെ ഗിഫ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ PNB മെറ്റ്ലൈഫ് കൂടെ സന്തോഷമാണ് നമ്മൾ വിൽക്കുന്നത്. ഇതുപോലെ പല പ്രൊഡക്റ്റുകളുണ്ട്. നമ്മളുടെ ഒരു പെൻഷൻ പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റ് എടുക്കാന്നുണ്ടെങ്കിൽ എല്ലാ കൊല്ലവും ഫാമിലി സഹിതം അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും യൂറോപ്പ് ടൂറും അല്ലെങ്കിൽ ദുബായ് അല്ലെങ്കിൽ UAE ടൂറും അല്ലെങ്കിൽ ഏഷ്യ ടൂറും ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലെ, എല്ലാ കൊല്ലവും ഫോറിൻ ട്രിപ്പ് ചെയ്യണം, റിട്ടയർമെന്റിന് ശേഷം ഫോറിൻ ട്രിപ്പ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഈ ഒരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പ്രൊഡക്റ്റിൽ കൂടെ നമ്മൾ ചെയ്യുന്നത്. അതുപോലത്തെ വളരെ നല്ല നല്ല ഫീച്ചേഴ്സ് ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ വിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മരിച്ചാൽ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മെസ്സേജോട് കൂടി പോകുന്ന പ്രൊഡക്റ്റ് അല്ല നമ്മൾ വിൽക്കണേ. ഈ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പൈസ കിട്ടും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലെ. ഞാൻ ആദ്യം സ്ലൈഡ് തുടങ്ങിയപ്പോ അല്ലെങ്കിൽ പ്രസന്റേഷൻ തുടങ്ങിയപ്പോ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ആ BMW മെർസിഡീസ് ബെൻസോ അല്ലെങ്കിൽ ഓഡി കാറോ അല്ലെങ്കിൽ ഒരു വലിയ വീടോ എല്ലാ റൂമിലും AC അങ്ങനത്തെ ഒരു വീട് ഉണ്ടാക്കാനും അതല്ലെങ്കിൽ എല്ലാ കൊല്ലം ഫോറിൻ ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ നല്ലോണം പൈസ വേണം അല്ലെ. പൈസ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോറിൻ ട്രിപ്പ് ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ്ലി നമ്മുടെ കയ്യിൽ ഇപ്പോ 20 കൊല്ലത്തിന്റെ ഹാർഡ് വർക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ അസ്യൂം ചെയ്യണം നിങ്ങൾ 40, 45, 50 വയസ്സുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ എത്ര നാള് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും? മേ ബി 20 കൊല്ലം കൂടെ മാക്സിമം അല്ലെ. 20 കൊല്ലം എന്ന് പറയുമ്പോൾ നമ്മുടെ ആ കൂടി 240 മാസം മാത്രമേ ഉള്ളൂ. അറൌണ്ട് 7,000 ദിവസമേ ഉള്ളൂ വർക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾ പല ആൾക്കാർക്കും 20 ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ 10 കൊല്ലം മാത്രം വർക്ക് ചെയ്യും എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മൈൻഡിലുള്ളത് അല്ലെ. അപ്പൊ നമ്മുടെ ആ കൂടെ 120 മാസമേ ഉള്ളൂ. ഈ എല്ലാ ഡ്രീംസും ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോറിൻ ട്രിപ്സും നല്ല കാറും നല്ല വീടും ഇങ്ങനത്തെ എല്ലാം ഫുൾഫിൽ ചെയ്യണമെങ്കിൽ എത്ര രൂപ വേണം? നിങ്ങളുടെ മനസ്സിൽ ഈ ഡൗട്ട് ഉണ്ടായിരിക്കും, എത്ര രൂപ ഉണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും? എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ വേണമെന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ പറയും നിങ്ങളോട്. ഒരു 7 കോടി രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു 7 കോടി രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഒരു വലിയ കാറും നല്ല ഫോറിൻ ട്രിപ്സ് എല്ലാ കൊല്ലവും, അതുകൂടാതെ തന്നെ കേരളത്തിൽ ഒരു വലിയ നല്ല വീട്, ഹോം തിയേറ്ററും എല്ലാ റൂമിലും AC-യിലും നല്ല വീടും വെച്ച് പിന്നെ ആ 7 കോടിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാക്കാം. നമ്മളുടെ PNB മെറ്റ്ലൈഫിന്റെ ഈ പ്രൊഫഷനിൽ കൂടെ ഞാൻ ഇപ്പൊ പറഞ്ഞൊരു പ്രൊഡക്റ്റ് പോലത്തെ പ്രൊഡക്റ്റ് നിങ്ങൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സന്തോഷം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ കാൽക്കുലേഷനിൽ എല്ലാ 3 കൊല്ലവും നിങ്ങൾ 1 കോടി 1 കോടി 1 കോടി 1 കോടി 1 കോടി ഓൺ ചെയ്ത് അടുത്ത 20 കൊല്ലം കൊണ്ട് 7 കോടി രൂപ സമ്പാദിക്കാം. നിങ്ങളുടെ എല്ലാ ഡ്രീമും ഫുൾഫിൽ ചെയ്യാനായിട്ട് ഇത്രയും പൈസ മതി.
7 കോടി രൂപ. ആ പൈസ തീരില്ലല്ലോ, അതിന്റെ നമുക്ക് ഇൻട്രസ്റ്റും അതിന്റെ ഗ്രോത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അല്ലെ. നമ്മുടെ ജീവിതകാലം മുഴുവൻ നല്ല ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ 7 കോടി മതി. ഇതിന്റെ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഞാനിപ്പോ കാണിച്ച പ്രൊഡക്റ്റ് ഷൈനിന് അന്നയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നുള്ള പ്രൊഡക്റ്റ് 1.5 ലക്ഷം രൂപയുടെ പ്രീമിയമാണ് ഞാൻ കാണിച്ചത്. ഈ 1.5 ലക്ഷം രൂപയുടെ പ്രീമിയം 16 പോളിസി ഒരു കൊല്ലം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, 16 പോളിസി മാസമല്ലാട്ടോ, ഒരു കൊല്ലത്തിൽ 16 പോളിസി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം നിങ്ങൾ 24,80,000 രൂപ കളക്ട് ചെയ്യും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കമ്മീഷൻ ഇറ്റ്സെൽഫ് നിങ്ങൾക്ക് അറൌണ്ട് 9 ലക്ഷം രൂപ കിട്ടും. ഇത് കൂടാതെ അടുത്ത 14 കൊല്ലം നിങ്ങൾക്ക് റിന്യൂവൽ കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കും, അറൌണ്ട് 26 ലക്ഷം. അതിന്റെ അർത്ഥം ഈ 16 പോളിസി 1.5 ലക്ഷം രൂപയുടെ പ്രീമിയം വിൽക്കുന്ന എഫേർട്സ് കൊണ്ട് നിങ്ങൾക്ക് അടുത്ത 15 കൊല്ലം കൊണ്ട് 34,72,000 രൂപയാണ് കിട്ടാൻ പോകുന്നത്. കേട്ടിട്ട് നിങ്ങളിൽ പല ആൾക്കാർക്കും വിശ്വാസം വരുന്നുണ്ടാവില്ല. 16 പോളിസി വിറ്റിട്ട് അല്ലെ 34,72,000 രൂപയാണ് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്നത്. ഇതുപോലെ 3 കൊല്ലം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 34 ലക്ഷം 1 കോടി 4 ലക്ഷം രൂപയാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്നത്. ഇത് കൂടാതെ പല കാര്യങ്ങളും നിങ്ങൾ അച്ചീവ് ചെയ്യും. ഇത് സിമ്പിൾ ആയിട്ട് നോക്കാന്നുണ്ടെങ്കിൽ 16 പേരെ കണ്ടുപിടിച്ചാൽ മതി മുഴുവൻ കൊല്ലത്തിൽ. 16 പേരെ ഒന്ന് ആലോചിച്ച് നോക്കി. 365 ദിവസത്തിൽ 16 കുട്ടിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഫാമിലിയെ സ്നേഹിക്കുന്ന 16 പേരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ 3 കൊല്ലത്തെ എഫേർട്സ് കൊണ്ട് 1 കോടി രൂപ ഉണ്ടാക്കാം. അപ്പൊ 20 കൊല്ലത്തിന്റെ എഫേർട്സ് കൊണ്ട് എത്ര കോടിയാണ്? 7 കോടിയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമ്മളുടെ പല വാല്യൂഡ് പാർട്ട്നേഴ്സും കുറച്ചു കാലമായിട്ട് നമ്മളോട് കൂടെ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും പല പ്രൊഫഷനിൽ നിന്ന് വന്ന ആൾക്കാർ, ചില ഹൗസ് വൈഫ്സ്, ചില റിട്ടയർഡ് മിലിറ്ററി ഓഫീസേഴ്സ്, ചില NRIs, ഇവരെല്ലാം തിരിച്ചു വന്നതിന് ശേഷം ഈ പ്രൊഡക്റ്റിൽ കൂടെ കോടിപതി, 2 കോടിപതിയും 3 കോടിപതിയും ആയി കഴിഞ്ഞു PNB മെറ്റ്ലൈഫിൽ കൂടെ നമ്മുടെ കേരളത്തിൽ. റൈറ്റ്, ഷൈനും നമ്മുടെ ടീം മെമ്പേഴ്സും നിങ്ങളോട് പല എക്സാമ്പിൾസും നിങ്ങളുടെ അടുത്ത് പറയും. നമ്മുടെ കേരളത്തിൽ തന്നെ എനിക്ക് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടുകാര് റൈറ്റ് ഈ പ്രൊഡക്റ്റിൽ കൂടെ ഇത്രയും നല്ല പ്രൊഡക്റ്റുകൾ വിറ്റിട്ട് വളരെ സന്തോഷം വിറ്റിട്ട് കഴിഞ്ഞ 3-4 കൊല്ലം കൊണ്ട് 2 കോടി 3 കോടിയുടെ വർത്താണ് അവരുണ്ടാക്കിയേക്കുന്നത്. റൈറ്റ്, പൈസ മാത്രമല്ല ഈ ബിസിനസ്സിൽ നമുക്ക് പൈസയുടെ കൂടെ തന്നെ നമുക്ക് പ്രൊമോഷനും കിട്ടിക്കൊണ്ടിരിക്കും. ഓരോ ചെറിയ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊമോഷൻ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ അഡ്വൈസറിന് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ലൈഫ് പോർട്ട്ഫോളിയോ മാനേജർ ആയിട്ട് മാറും. അടുത്ത നിങ്ങൾ ഒരു ചെറിയ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സീനിയർ ലൈഫ് പോർട്ട്ഫോളിയോ മാനേജറായി മാറും. അതിനുശേഷം ഒരു ചെറിയ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സിക്യൂട്ടീവ് ലൈഫ് പോർട്ട്ഫോളിയോ മാനേജറായിട്ട് മാറും. റൈറ്റ്, നമുക്ക് എല്ലാവർക്കും ഗ്രോത്തും വേണം അല്ലെ. പൈസയുടെ കൂടെ തന്നെ നമുക്ക് ഗ്രോത്തും വേണം, പ്രൊമോഷനും വേണം. അപ്പൊ നിങ്ങൾക്ക് ആ പ്രൊമോഷനും കിട്ടാനുള്ള ഒരു ഭാഗ്യം PNB മെറ്റ്ലൈഫ് നിങ്ങളുടെ സ്ഥാപനം നിങ്ങളുടെ മുമ്പിൽ ഒരുക്കി തരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫോർച്യുനേറ്റ് ആണ്. നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ഇന്ന് PNB മെറ്റ്ലൈഫിൽ കൂടെ ജോയിൻ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ്. ഇത് കൂടാതെ തന്നെ നമ്മളുടെ ടോപ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എല്ലാ മാസവും പുതിയ കോൺടെസ്റ്റുകൾ ഉണ്ടാവും. ആ കോൺടെസ്റ്റുകളിൽ കൂടെ ജയിച്ചിട്ട് നമ്മളുടെ പല വാല്യൂഡ് പാർട്ട്നേഴ്സും പാരീസും ബാങ്കോക്കും ആംസ്റ്റർഡാം പ്രാഗും ഇന്തോനേഷ്യയും കൊലലംപൂറും ദുബായ് ഈ എല്ലാ കൺട്രീസിലും നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. മറ്റന്നാൾ നമ്മുടെ 350 പേര് റൈറ്റ്, അതിൽ പല ആൾക്കാരും കേരളത്തിൽ നിന്ന് നമ്മൾ പട്ടായ റൈറ്റ് ബാങ്കോക്കിൽ തായ്ലൻഡിലെ ബാങ്കോക്ക് പട്ടായയിലേക്ക് കൊണ്ടുപോവാണ്. 350 പേര്. കഴിഞ്ഞ മാസം നമ്മളിൽ ഒരു 400 പേര് നമ്മൾ കൊളംബോയിലേക്ക് പോയിട്ടായിരുന്നു. നമ്മുടെ വാല്യൂഡ് പാർട്ട്നേഴ്സ്, നന്നായി ചെയ്യുന്ന വാല്യൂഡ് പാർട്ട്നേഴ്സ് ഫോറിൻ ട്രിപ്പ് നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യും. റൈറ്റ്, കേരളത്തിൽ നിന്ന് പല ഏറ്റവും വലിയ കണ്ടിജന്റ് നമുക്ക് കേരളത്തിൽ നിന്നാണ് വരുന്നത്. പല കൺട്രീസിലും നമ്മുടെ ആൾക്കാർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഭാഗ്യവും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യാന്നുണ്ടെങ്കിൽ. ഈ 16 പോളിസി 1,50,000 രൂപയുടെ നിങ്ങൾ എല്ലാ ഒരു കൊല്ലം ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൽ പല ട്രിപ്പുകൾ നിങ്ങൾ ജയിച്ചിരിക്കും. റൈറ്റ്, ഇത് കൂടാതെ തന്നെ നമ്മളുടെ ടോപ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കഴിഞ്ഞ കൊല്ലം 1000-ഓളം നമ്മുടെ വാല്യൂഡ് പാർട്ട്നേഴ്സിനെ നമ്മൾ ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞ ഒരു മാഗസീനിൽ അവരുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്തു. വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് അല്ലെ. നമ്മുടെ ഫോട്ടോഗ്രാഫ് ഒരു ഇന്ത്യയിലെ നമ്പർ 1 പേഴ്സണൽ ഫിനാൻസ് മാഗസീനിൽ പ്രിന്റ് ചെയ്ത് വരാന്നുണ്ടെങ്കിൽ അതൊരു വലിയ അഭിമാനത്തിന്റെ കാര്യമാണ് അല്ലെ, അഭിമാനമുള്ള കാര്യമാണ്. നമ്മുടെ 1000-ഓളം ടോപ്പർ ആയിട്ടുള്ള
നമ്മുടെ വാല്യൂഡ് പാർട്ട്നേഴ്സിന്റെ ഫോട്ടോസ്. ഇത് റിയൽ ഫോട്ടോഗ്രാഫാണ് ഈ കാണുന്നത്. റൈറ്റ്, ഇത് പ്രിന്റ് ചെയ്ത് വന്നു. ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കും കിട്ടും. ഇത് കൂടാതെ തന്നെ നമ്മുടെ ടോപ്പേഴ്സിനെ വളരെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരുടെ പിക്ചേഴ്സ് നമ്മൾ ഹോർഡിങ്സ് ആയിട്ട്, ഹൈവേയുടെ സൈഡിൽ നമ്മൾ ഹോർഡിങ്സ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് അത്താണിയുടെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് ആ പുറത്തിറങ്ങി കുറച്ചങ്ങോട്ട് അങ്കമാലി അല്ല, നമ്മുടെ എറണാകുളത്തേക്ക് പോകുന്ന റോഡില് നമ്മുടെ വാല്യൂഡ് പാർട്ട്നേഴ്സിന്റെ ഒരു വലിയ ഹോർഡിങ് വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിലും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ ടോപ്പ് പെർഫോമൻസിന്റെ. ഈ ഒരു എക്സാമ്പിൾ ലക്നൌവിന്റെയാണ് എക്സാമ്പിൾ, പക്ഷെ കേരളത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടോപ്പേഴ്സിന്റെ. ഈ എല്ലാ ഭാഗ്യവും നിങ്ങൾ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടും. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, എനിക്ക് സെയിൽസിന്റെ എക്സ്പീരിയൻസ് ഇല്ല, ഈ കമ്പനി എങ്ങനെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. എനിക്ക് പറയാൻ വളരെ സന്തോഷമുണ്ട്, നമ്മുടെ കമ്പനി നിങ്ങൾക്ക് തുടക്കം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കും. ഇത് കൂടാതെ തന്നെ നിങ്ങളെ വിളിച്ച നിങ്ങളുടെ ലീഡർ ആയാലും നിങ്ങളുടെ മാനേജർ ആയാലും നിങ്ങളുടെ കൂടെ ഇനീഷ്യലി വളരെ നന്നായിട്ട് പരിശ്രമിച്ച് നിങ്ങളെ സക്സസ്ഫുൾ ആക്കി മാറ്റും. ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് റെപ്യൂട്ടഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് പഠിക്കാൻ ആഗ്രഹിച്ച സിംബയോസിസ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് റെപ്യൂട്ടഡ്, IIM ശേഷം ഏറ്റവും നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷനും കിട്ടും. നിങ്ങൾ ഈ പ്രോഗ്രാമിൽ കൂടെ അറ്റൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ. നമ്മുടെ PNB മെറ്റ്ലൈഫിലെ 12,000-ൽ പരം വാല്യൂഡ് പാർട്ട്നേഴ്സ് ഓൾറെഡി സിംബയോസിന്റെ സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടിക്കഴിഞ്ഞു. റൈറ്റ്, എത്ര സന്തോഷമുള്ള കാര്യം എന്ന് ആലോചിച്ച് നോക്കി. നമ്മള് പലരും ഈ കോളേജുകളിലൊന്നും പഠിക്കാൻ പറ്റാതിരുന്ന ആൾക്കാരാണ്, പക്ഷെ നമ്മുടെ ഇന്ന് ആ സർട്ടിഫിക്കറ്റ് എത്തി, സിംബയോസിന്റെ സർട്ടിഫിക്കറ്റ്. അപ്പൊ നമ്മൾ നിങ്ങളെ ഫുൾ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ട്രെയിനിങ്ങിൽ കൂടെ പല മോഡിങ്ങളിൽ കൂടെ നിങ്ങളുടെ കൂടെ വന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്ത് നിങ്ങളെ സക്സസ്ഫുൾ ആക്കി മാറ്റും. അതാണ് നമ്മളുടെ PNB മെറ്റ്ലൈഫിന്റെ മോട്ടോ. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് പേപ്പറും പെന്നും യൂസ് ചെയ്ത് ആർക്കും ഒരു പ്രൊഡക്റ്റും വിൽക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഒന്നും എഴുതി കാണിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നിങ്ങൾക്ക് ടെക്നോളജി കൂടെ നിങ്ങളുടെ മൊബൈൽ കൂടെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കാണാം, കസ്റ്റമേഴ്സിനെ പല ആർട്ടിക്കിൾസ് അയച്ചു കൊടുക്കാം, കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് അയച്ചു കൊടുക്കാം, സിംഗിൾ പേജസ് അയച്ചു കൊടുക്കാം. ഇത് കൂടാതെ തന്നെ കസ്റ്റമറിന്റെ പോളിസി കിട്ടുന്ന സമയത്തു ഒരു പേപ്പറും പെന്നിന്റെ ആവശ്യമില്ല, ആകെ കൂടെ ചെക്ക് മാത്രം എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൂടാതെ എല്ലാം നമ്മൾ ഡിജിറ്റലി കൂടെയാണ് എനേബിൾ ചെയ്യണത്. അപ്പൊ ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് സപ്പോർട്ട്, ഫീൽഡ് സപ്പോർട്ട്, ടെക്നോളജി സപ്പോർട്ട് എല്ലാവരും നമ്മൾ തരും. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാവും, നിങ്ങൾ പല ആൾക്കാരുടെ മനസ്സിൽ ഡൗട്ട് ഉണ്ടാവും, എനിക്ക് സെയിൽസിന്റെ യാതൊരു എക്സ്പീരിയൻസും ഇല്ല, ഞാൻ ഹൗസ് വൈഫാണ്, ഞാൻ NRI ആണ്, റൈറ്റ്, ഞാൻ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, എനിക്ക് സെയിൽസ് ഒട്ടും ചെയ്യാൻ അറിയില്ല, ഇതിൽ വന്നാൽ ഞാൻ സക്സസ്ഫുൾ ആവുമോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. റൈറ്റ്, ഈ ജോലിയിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിന്റെ ബിസിനസ്സിലോ അല്ലെങ്കിൽ ഏത് സെയിൽസിലോ ആകെ 2 കാര്യം മാത്രം ചെയ്താൽ മതി. അത് വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആവും. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഞാൻ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ആൾക്കാരെ കാണുക, രണ്ടാമത്തെ ആൾക്കാരോട് സംസാരിക്കുക. അത് വളരെ ഹാപ്പി ആയിട്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് ചെയ്യുന്നത് അത് തന്നെയാണ്, അല്ലെ? നമ്മുടെ കേരളത്തിലെ ആൾക്കാരെ കാണുന്നു, വെർച്വലി കാണുന്നു, ആൻഡ് നിങ്ങളോട് സംസാരിക്കുന്നു. ഇതാണ് എന്റെ ജോലിയും ഇതാണ് നിങ്ങളുടെ ജോലിയും. നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങള് നിങ്ങൾ ആൾക്കാരെ കണ്ട് ആൾക്കാരോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 പേരെ കാണുമ്പോൾ ഒരാൾ നിങ്ങളിൽ നിന്ന് അത് മേടിക്കും. ഇത് സാരി വിൽക്കുകയാണെങ്കിലും ജ്വല്ലറി വിൽക്കുകയാണെങ്കിലും ഇതേ റേഷ്യോ തന്നെയാണ്. നിങ്ങളൊരു സാരി കടയിൽ സാരി മേടിക്കാൻ പോകുന്ന സമയത്ത് 10 കസ്റ്റമറെ കാണുന്നതിന് ശേഷമാണ് ഒരു കസ്റ്റമർ മേടിക്കുന്ന ആ കടയിൽ നിന്ന്. അല്ലെങ്കിൽ ജ്വല്ലറിക്കാര് 10 പേരെ കാണുന്നതിന് ശേഷമാണ് ഒരാൾ മേടിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ സെയിൽസും. നമ്മുടെ ഈ ബർത്ത്ഡേ ഫണ്ടും ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും ഇതെല്ലാം വിൽക്കുന്ന സമയത്ത് 10 പേരെ കാണുക, 10 പേരോട് സംസാരിക്കുക, നല്ല ഹാപ്പി ആയിട്ട് സംസാരിക്കുക. ഒരു കസ്റ്റമർ നിങ്ങളോട് യെസ് എന്ന് പറയും. അതുപോലെ 16 കസ്റ്റമർ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 3 കൊല്ലത്തിന്റെ എഫേർട്സ് കൊണ്ട് ഒരു കോടിപതിയാവും. റൈറ്റ്, ഇതാണ് ഓപ്പർച്യൂണിറ്റി. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ്. പക്ഷെ ഇതിനെ നിങ്ങൾ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ, കുറച്ച് സമയം നിങ്ങൾ തരാന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആക്കാം. നിങ്ങളുടെ മനസ്സിലുണ്ടാവും, ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പൈസക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളത്. ആകെ കൂടെ ഒരു കാര്യം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി, നിങ്ങളുടെ ടൈം. അതുകൂടെ തന്നെ നിങ്ങളുടെ ഫാമിലിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്. എന്റെ ഫാമിലിക്ക് എന്തൊക്കെ ലക്ഷറി ആണോ വേണ്ടത്, ഈ എല്ലാ ലക്ഷറിയും അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും, അതിനുള്ള ഹാർഡ് വർക്ക് ചെയ്യും.
അത് കൂടെ തന്നെ 7 കോടി രൂപ ഞാൻ ഉണ്ടാക്കും എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റും ടൈമും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ദൃഢനിശ്ചയം നിങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ആൻഡ് അത് ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾ സക്സസ്ഫുൾ ആവും. Right. So this is what I wanted to share with all of you. Back to you, Shaheen. Thank you, sir. First of all, sir, I think, sir, normally, nationally, sir, across India, ആൾക്കാരായിട്ട് interact ചെയ്യുമ്പോൾ ഹിന്ദിയിൽ ഇംഗ്ലീഷ് ആയപ്പോൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഞങ്ങൾ എസ്പെഷ്യലി റീജിയണൽ ലാംഗ്വേജ് ഞങ്ങൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിലുപരിയായിട്ട് സാർ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ബ്രാൻഡ് ക്ലിയർ ആയി. ഇപ്പം ഐ തിങ്ക് നമുക്ക് 1500 ആൾക്കാർ ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ മലയാളികളായിട്ട് തന്നെ. അതിനാൽ എനിക്ക് തോന്നുന്നത് നോർമലി ഒരു ക്വാർട്ടർലി നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ വെച്ച് നോക്കുമ്പോൾ ഇവർക്കെല്ലാം തന്നെ നല്ല ചിന്തിക്കുമ്പോൾ ബ്രാൻഡ് ഇപ്പൊ സാറ് പറയുമ്പോൾ ക്ലിയർ ആയി. നമ്മുടെ പ്രൊഡക്റ്റും സാറ് പറഞ്ഞപ്പോൾ വളരെ ക്ലിയർ ആയി. അതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റും അവർക്ക് ഇവിടെ ഗ്രോ ചെയ്യാനും. പിന്നെ സാർ എടുത്തു പറഞ്ഞ സാർ ആ പ്രൊഡക്റ്റ് ഹാപ്പിനെസ് ആണ് നമ്മളിത് വിൽക്കുന്നത്, നല്ല ഓർമ്മകളാണ് ആ കസ്റ്റമർക്ക്. പിന്നെ സാർ ഹൈലൈറ്റ് ചെയ്തപ്പം 4 ബിസിനസ് ചെയ്താൽ മതി ഒരു ക്വാർട്ടറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു വർഷം 16 ബിസിനസ് ചെയ്യാൻ പറ്റുന്നവരാണ്. പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് ഞാനിപ്പോ ഈ കമ്പനി 20 വർഷം ആയതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സ്ട്രോങ് ഒരു ടീമുണ്ട്. എല്ലാ ലൊക്കേഷനും മേജർ ലൊക്കേഷൻ നമുക്ക് ബ്രാഞ്ച് ഉണ്ട്, ലീഡേഴ്സ് ഉണ്ട്, സീനിയർ എംപ്ലോയീസ് ഉണ്ട്. സാറേ ഫസ്റ്റ് ഓഫ് ഓൾ വൺസ് അഗൈൻ സാറേ താങ്ക് യു. ബിക്കോസ് എനിക്കറിയാം ഈ ഒരു ഓർഗനൈസേഷന്റെ നമ്പർ 2 പൊസിഷൻ നിൽക്കുന്ന നമ്മുടെ ചീഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫീസർ ഇങ്ങനെ ഒരു ഫുൾ ഡേ അല്ല നമ്മുടെ ഒരു ഡേ ടൈമിൽ നമ്മളോട് ഒരു 30 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാൻ താങ്ക് യു സോ മച്ച്. ഒപ്പം സെയിൽസിന്റെ എൻഡ് സെയിൽസ് ആണ് സാർ ഹാൻഡിൽ ചെയ്യുന്നത്. സാറിന്റെ തിരക്ക് എനിക്കറിയാം. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ഈ ഒരു 30 മിനിറ്റ്സ് നമ്മളോടത്തിൽ വന്നു റീജിയണൽ ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റിയത്. ഡെഫിനറ്റ്ലി ഐ ക്യാൻ പ്രോമിസ് ഈ എൻറ്റയർ ഗ്രൂപ്പ് കൺവിൻസ്ഡ് ആണെന്ന് എനിക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ ബ്രാഞ്ച് വൈസ് നമ്മൾ ബാക്കി കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അന്നേരം ഒരിക്കൽ കൂടി താങ്ക് യു സുദീപ് സാർ. അപ്പൊ ഇന്ന് ജോയിൻ ചെയ്ത നിങ്ങളോട് എല്ലാവരോടും എൻ്റെ പേഴ്സണൽ റിക്വസ്റ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ജോയിൻ ചെയ്ത ലൊക്കേഷനിൽ നമ്മുടെ ബ്രാഞ്ച് ഫിസിക്കൽ ഇതിന്റെ ക്ലിയർ ഫർദർ അപ്ഡേഷൻ നമ്മുടെ ബ്രാഞ്ച് ഹെഡ് ഉണ്ട്, എല്ലാ ബ്രാഞ്ചിലും ഉണ്ട്. അവിടെ നമ്മുടെ സീനിയർ എംപ്ലോയീസ് ഉണ്ട്, ബ്രാഞ്ച് ഹെഡ് ഉണ്ട്. അവർ വൺസ് അഗൈൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അന്നേരം നിങ്ങൾക്ക് ഒരു ക്ലിയർ ക്ലാരിറ്റി കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഒരു ഡിസിഷനിലേക്കുള്ള ഒരു മൂവ്മെന്റിന് വേണ്ടിയുള്ള ഒരു ടൈമാണ്. വെദർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളതൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി. ബ്രാൻഡ് എന്താണ്, ഈ പ്രൊഡക്റ്റ് എന്താണ്, ഇതിന്റെ എന്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളൊരു വേഗ ഐഡിയ കിട്ടി. പക്ഷെ വൺസ് ഞങ്ങളുടെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഡിസിഷനിലേക്ക് മൂവ് ചെയ്യാം. അഡ്വാൻസ് ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി പറ്റും, 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു ക്രോർപതി ആകാൻ വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അന്നേരം നമ്മൾ ഓർക്കും ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന അത്രയും പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന്. പക്ഷേ ഈ ഇൻഡസ്ട്രിയിലുള്ള പല കമ്പനികളെക്കാളും വ്യത്യാസമാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് മെറ്റ്ലൈഫ്. ബിക്കോസ് ആ ബ്രാൻഡ് അത്രയ്ക്ക് സോളിഡ് ആണ്, ആ പ്രൊഡക്റ്റ് അത്രയ്ക്ക് സോളിഡ് ആണ്. അതിൽ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന അത് എൻജോയ് ചെയ്യുന്നവരാണ്. നിങ്ങളുടെ ബ്രാഞ്ചിൽ മീറ്റ് ചെയ്യുമ്പോൾ ബ്രാഞ്ചിനെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, അല്ലെ സീനിയർ എംപ്ലോയി കാണുമ്പോൾ പറ്റും, അല്ലെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ഡെഫിനറ്റ്ലി നിങ്ങൾ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാമെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നു. ഒരിക്കൽ കൂടി താങ്ക് യു. ഈ ഒരു വിലപ്പെട്ട സമയം മാറ്റിവെച്ചു ഈ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ കാണിച്ച നിങ്ങളുടെ വലിയ മനസ്സിനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫ്രണ്ട്സ്.